മധ്യവേനൽ അവധിക്കാലവും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ മുൻപ് സഞ്ചാരികൾ തിരഞ്ഞെടുത്തിരുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായിരുന്നു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി. എന്നാൽ ഈ അവധിക്കാലം നീലഗിരി മലയുടെ റാണിയെ സഞ്ചാരികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇ പാസ് നിർബന്ധമാക്കിയതോടെയാണ് ഊട്ടിയെ സഞ്ചാരികൾ കൈയൊഴിഞ്ഞത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇറങ്ങിയതോടെ കൊടൈക്കനാലിനെ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട കൊടൈക്കനാലിലും സഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഊട്ടിയിൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ കോളടിച്ചത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കാണ്. ഇടുക്കി ജില്ലയുടെ മലനിരകളും ഹൈറേഞ്ച് മേഖലയുമാണ് നിലവിലെ സഞ്ചാരികളുടെ മനം കവരുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. റോഡ് നല്ല തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി ട്രാഫിക് കിടക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ ഇവിടെ ഈ ടേണിങ്ങിലൊരു കറക്റ്റായിട്ടുള്ള ട്രാഫിക്കോ ചെയ്താൽ രക്ഷപ്പെടും. വരുന്ന 2 മാസക്കാലത്തേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. അയൽ ജില്ലകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് പുറമെ കേരളത്തിന് പുറത്തു നിന്നും സഞ്ചാരികൾ ധാരാളമായി ഹൈറേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. പകൽ ചൂടുണ്ടെങ്കിലും രാത്രികാലങ്ങളിലും പുലർച്ചെയുമുള്ള തണുപ്പ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതോടെ ഹരിതഭംഗിക്കൊപ്പം വെള്ളച്ചാട്ടങ്ങളും സജീവമായി. கிளைமேட்டு லொக்காலிட்டி அந்த வியூ அது ரொம்ப பிரமிக்கக்கூடிய அளவுக்கு சவுத் சோனில் இந்த மாதிரி ஒரு வியூ பார்க்குறதுக்கு வாய்ப்பு இல்லை. So it's nice here, like the climate is very good, wherein it's like cold a little bit, which is better in this summer time. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ്. ചെങ്കുളവും മാട്ടുപ്പെട്ടിയടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇരവികുളം ദേശീയോദ്യാനത്തിലേക്കും സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി. ഗ്യാപ്പ് റോഡ് വഴിയുള്ള KSRTC ഡബിൾ ഡെക്കർ യാത്രയിലും സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാരികളും ഹോം സ്റ്റേ റിസോർട്ട് നടത്തിപ്പുകാരും സഞ്ചാരികളുടെ തിരക്കേറുന്നതിനെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കനത്ത ചൂടിൽ നിന്നും അല്പം ആശ്വാസം. പച്ചവിരിച്ച തേയിലത്തോട്ടവും കോടമഞ്ഞുമെല്ലാം തേടി നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.